ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം. 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വഴുതനങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുത്തിട്ടും കൊണ്ട് ചെയ്യാം. ഞാനത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ശരിക്കും ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇത് 2 സൈഡിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വഴുതനങ്ങ ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും സവാളയും വറ്റൽമുളകും കൂടി ഒന്ന് ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായി അരയ്ക്കേണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, അതുപോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനും പാടില്ല. ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തരിതരിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി ഉടനെ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. Thank you.